Dear students, today I want to discuss NCERT solutions of plus 2 9th chapter Ray Optics and Optical Instruments. ആ ചാപ്റ്ററിലെ ആദ്യ ഭാഗമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം തുടങ്ങി 12th ചോദ്യം വരെ. So the first question. A small cantle 2.5 centimeter in size is placed at 27 centimeter in front of a concave mirror of radius of curvature 36 centimeter. So height of a cantle, so that is given as 2.5 centimeter. That is placed at a separation. നമ്മുടെ ഓബ്ജക്റ്റിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ രൂപത്തിൽ മൈനസ് സൈനാണ് നമുക്ക് കൊടുക്കേണ്ടി വരിക. അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ നമുക്ക് തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺകേവ് മിററിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു കോൺകേവ് മിററിൻ്റെ റേഡിയസ് നമ്മൾ അളക്കുമ്പോൾ അത് ഇൻസിഡൻ്റ് ലൈറ്റ് റേക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ആയതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് സൈൻ കൊടുക്കേണ്ടി വരുന്നു. അവിടെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഫോക്കൽ ലെങ്ത് വളരെ ഈസിയോടെ നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് r/2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 36/2. യു ഗെറ്റ് ദ ആൻസർ as -18. നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ ഷുഡ് എ സ്ക്രീൻ ബി പ്ലേസ്ഡ് ഇൻ ഓർഡർ ടു ഒബ്റ്റൈൻ എ ഷാർപ്പ് ഇമേജ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഫോർ വി. എന്നിട്ട് പറയാണ് ഡിസ്ക്രൈബ് ദ നാച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ഇമേജ് ആൻഡ് ദെൻ ഇഫ് ദ കാൻഡിൽ ഈസ് മൂവ്ഡ് ക്ലോസർ ടു ദ മിറർ ഹൗ വുഡ് ദ സ്ക്രീൻ ഹാവ് ഇറ്റ് ടു ബി മൂവ്ഡ്? അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ യു തന്നിട്ടുണ്ട്, ഫോക്കൽ ലെന്ത് നമുക്ക് കണ്ടുപിടിച്ചു, ഇമേജാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു മിററിൻ്റെ ഇക്വേഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. മിറർ ഇക്വേഷൻ പറയുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് 1/u പ്ലസ് 1/v ഈക്വൽ ടു 1/f. അപ്പോൾ നമുക്ക് വിയുടെ ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വി ക്യാൻ റൈറ്റ് ഫോർ വി ദാറ്റ് ഈസ് ഈക്വൽ ടു 1/f മൈനസ് 1/u. Therefore we can easily write the equation for v is equal to uf minus that is u minus f. അപ്പോൾ നമ്മുടെ സൈൻ കൺവെൻഷൻ ഉൾപ്പെടെ നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ u, that is, it is minus 27 into the focal length as minus 18, that division by minus 27 minus 18. So that is equal to minus cancel, it becomes 20 into 18, that division by minus 27 plus 18. So it becomes minus 9 and it becomes 2. So that is equal to minus 54 centimeter. അപ്പോൾ നമുക്ക് വ്യക്തതയോടെ വി ഇമേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇമേജിൻ്റെ ലൊക്കേഷൻ ആസ് minus 54 centimeter. നമ്മുടെ രണ്ടാമത്തെ പാർട്ട് പറയുന്നത് ഹാവ് ടു ഫൈൻഡ് ദ നാച്ചർ ആൻഡ് ദ സൈസ് ഓഫ് ദ ഇമേജ്. ഓക്കെ, സൈസ് ഓഫ് ദ ഇമേജ് കൂടെ നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ നാച്ചർ പെർഫെക്ഷൻ ആവും. സോ അതുകൊണ്ട് നമുക്ക് മാഗ്നിഫിക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ് മാഗ്നിഫിക്കേഷൻ? നമ്മൾ സിമ്പിളായിട്ട് പറയാം, അത് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവിഷൻ ബൈ ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്റ്റ് എന്നാണ് പറയുന്നത് അല്ലേ. അതോടൊപ്പം നമ്മുടെ മിറർ കേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സിമ്പിളായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈസ് മൈനസ് v ബൈ u എന്നൊരു ഫോർമുലയാണ്. നമുക്കതിനെ കൃത്യതയോടെ സൈൻ കൺവെൻഷൻ ഉൾപ്പെടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് ഇൻറ്റു ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് minus 54 എന്ന് നമുക്ക് കിട്ടി സെൻറ്റിമീറ്റർ. അതോടൊപ്പം ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമുക്കറിയാം, ഇറ്റ് ഈസ് minus 27 centimeter. സോ നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി നമുക്ക് കിട്ടി -2. അപ്പോൾ നമ്മുടെ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് -2 times the height of the object. ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 2.5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -5 centimeter. നെഗറ്റീവ് സൈൻ വരുമ്പോൾ തന്നെ അത് ഇൻവേർട്ടഡ് ആണെന്ന് നമുക്ക് കൃത്യതയോടെ പറയാം. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ നാച്ചുറായിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ നാച്ചുർ എന്ന് പറയുന്നത് റിയലാണ്, കോൺകേവ് മിററാണ്. അവിടെ തന്നെ നമുക്ക് വ്യക്തതയോടെ ലൊക്കേഷൻ 27 ഫോക്കൽ ലെന്ത് എത്രയാണ്?
കറക്റ്റ് നമുക്ക് 18 ആണ്. അപ്പം എഫിനും ഡബിൾ എഫിനും ഇടയ്ക്കാണ് അവനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാം റിയൽ ആണ്. ഇപ്പോൾ -2 വാല്യൂ കിട്ടിയപ്പോൾ നമ്മൾ ഉറപ്പിച്ചു അത് ഇൻവേർട്ടഡ് ആണ്. അതോടൊപ്പം എമ്മിൻ്റെ വാല്യൂ 2 വാല്യൂ കിട്ടിയപ്പോൾ ഉറപ്പിച്ചു പറഞ്ഞു മാഗ്നിഫൈഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്ത് ചോദിക്കുകയാണ്, ഇഫ് ദ കാൻഡിൽ ഈസ് മൂവ്ഡ് ക്ലോസർ ടു ദ മിറർ ഹൗ വുഡ് ദ സ്ക്രീൻ ഹാവ് ഇറ്റ് ടു ബി മൂവ്ഡ്? അപ്പോൾ നമ്മൾ അറിയാമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ ഡബിൾ എഫിനും നമ്മുടെ ഈ എഫിനും ഇടയ്ക്കായിട്ടാണ് ഓബ്ജക്റ്റ് ഇരിക്കുക. അപ്പോൾ നമ്മൾ ക്ലോസർ ടു ദ മിറർ എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇപ്പോൾ ഇമേജ് കിട്ടിയിരിക്കുന്നത് നമുക്കറിയാം 54 എന്ന് പറയുമ്പോൾ ഡബിൾ എഫിനപ്പുറത്താണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? യെസ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും എഫിനടുത്തേക്ക് മാറുമ്പോൾ ഇവൻ്റെ ലൊക്കേഷൻ ഇങ്ങോട്ട് മാറി, എഫിൽ വരുമ്പോൾ അത് ഇൻഫിനിറ്റിയിലേക്ക് മാറിയിരിക്കും. യെസ്. പക്ഷേ വീണ്ടും ഫോക്കസിനും പോളിനും ഇടയ്ക്കോടെ അവൻ മൂവ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം അപ്പോഴത്തേക്കും വെർച്വൽ ഇമേജ് ആയിരിക്കും അവിടെ ഉണ്ടാകുക. സോ ബിഹൈൻഡ് ദ മിററിലേക്ക് ഇമേജ് മാറും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. സോ ഓർമ്മയിരിക്കട്ടെ, വെൻ ദ ഓബ്ജക്റ്റ് മൂവ്സ് ടുവേഴ്സ് മിറർ image moves away from the mirror till the focus. Therefore, screen has to be moved away from the screen. If the object distance is less than 18 centimeter, the virtual image is formed and നമുക്കറിയാം വെർച്വൽ ഇമേജ് വരുമ്പോൾ അത് സ്ക്രീൻ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, ബിഹൈൻഡ് ദ മിററിലുമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ബിഹൈൻഡ് ദ മിറർ ബട്ട് ഇറ്റ് കാൺ ബി സ്ക്രീൻഡ്. സോ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്കതിൻ്റെ ഇൻഫർമേഷൻസ് ക്ലിയർ ആയിട്ട് കിട്ടി. സോ വി ക്യാൻ മൂവ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സി എ 4.5 centimeter needle. So the height of the object that is given as 4.5 centimeter is placed 12 centimeter away from a convex mirror of focal length 15. അപ്പോൾ നമ്മുടെ കോൺവെക്സ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നതെന്നുള്ള കാര്യം. കോൺകേവ് മിറർ വരുമ്പോൾ അത് നെഗറ്റീവാണ്. സോ ഗീവ് ദ ലൊക്കേഷൻ ഓഫ് ദ ഇമേജ് ആൻഡ് ദ മാഗ്നിഫിക്കേഷൻ. നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യന് മാതിരി തന്നെ ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ലൊക്കേഷൻ ഓഫ് ദ ഇമേജ് ആൻഡ് മാഗ്നിഫിക്കേഷൻ. ഡിസ്ക്രൈബ് വാട്ട് ഹാപ്പൻഡ് ആസ് ദ നീഡിൽ ഈസ് മൂവ്ഡ് ഫാർദർ ഫ്രം ദ മിറർ. സോ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യന് മാതിരി തന്നെ ഡിസ്കസ് ചെയ്യണം. സോ അറ്റ് ഫസ്റ്റ് നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കാം. നമ്മുടെ മിറർ റിലേഷനിലേക്ക് വരാം. സോ 1/u + 1/v = 1/f. So we can easily find the value for v is equal to uf by u minus f. നമ്മൾ കൃത്യതയോടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ u എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് -12 ആണ്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് +15 ആണ്. So that is equal to -12 - 15. So that is equal to -12 into 15 division by, so that is equal to 27 minus 27. So നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ക്യാൻസൽ. സോ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദ വാല്യൂ ആസ് 6.7 centimeter or 20/3. So that is a concept equal to 20/3 or 6.7 centimeter. അപ്പോൾ അത് ബേസ് ചെയ്ത് നമുക്ക് നാച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ കൺസെപ്റ്റ് എടുക്കാം. സോ അവിടെ നമുക്കറിയാം ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്റ്റ് ആണ്. സിമ്പിൾ റിലേഷൻ അത് -v/u ആണ്. സോ v എന്ന് പറയുന്നത് ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ആസ് 6.7 centimeter plus 6.7 centimeter. That division by
നമുക്ക് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -12 സെൻറ്റിമീറ്റർ. സോ നമ്മൾ അത് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു, സോ അവിടെ നിന്ന് ഹൈറ്റ് ഓഫ് ദ ഇമേജ് നമുക്ക് കണ്ടുപിടിക്കാം. സോ 6.7/12 ഇൻറ്റു ദ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് ഇറ്റ് ഈസ് ഗിവൻ ആസ് 4.5, സോ ഈക്വൽ ടു 2.5 സെൻറ്റിമീറ്റർ. അത് പ്ലസ് വാല്യൂ ആണെന്ന് ഉള്ള കാര്യം ഓർക്കാം. ഇപ്പോൾ ഈ വാല്യൂ വരുമ്പോഴേ തന്നെ നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് <1 ആണ് വന്നിരിക്കുക. അപ്പോൾ ചെറിയ സൈസാണ് ഉണ്ടാകുക. പ്ലസ് വാല്യൂ വന്നതുകൊണ്ട് അത് വെർച്വലായിട്ട് മാറി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് നമുക്ക് എഴുതുമ്പോൾ നമുക്ക് കൃത്യതയോടെ നമുക്ക് പറയാം ഇറ്റ് ഈസ് വെർച്വലാണ്. പ്ലസ് വാല്യൂ വന്നിരിക്കുന്നത് കൊണ്ട് അത് എറക്റ്റാണ്. അതോടൊപ്പം ചെറിയ വാല്യൂ ആണെന്നുള്ള കാര്യവും നമുക്ക് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞു. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ പറയേണ്ടത്, വാട്ട് ഹാപ്പൻഡ് ആസ് ദ നീഡിൽ ഈസ് മൂവ്ഡ് ഫാർദർ ഫ്രം ദ മിറർ. സോ നമ്മുടെ കോൺവെക്സ് മിററിൻ്റെ കേസാണ് പറയുന്നത്. നമ്മൾ ഇൻഫിനിറ്റ് ഓബ്ജക്റ്റ് ആയിരിക്കുന്ന സമയത്ത് അത് അപ്പുറത്തെ സൈഡിലെ ഫോക്കസിൽ ഇമേജ് തരുന്നു. അപ്പോൾ അത് മൂവ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഫോക്കസിൽ നിന്ന് ഇമേജ് പോളിലേക്ക് ചെയ്തിരിക്കും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ ആസ് വി മൂവ് ദ നീഡിൽ away from the mirror, the image size decreases and move towards the focus. On the other side. അതിൻ്റെ റിവേഴ്സ് കേസ് നമ്മൾ പറഞ്ഞാൽ മിററിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഫോക്കസിൽ നിന്ന് നേരെ തിരിച്ചായിരിക്കും വരിക. സോ നമ്മളതിനെ തിരിച്ചെഴുതി, ആസ് വി മൂവ് ദ നീഡിൽ അവേ ഫ്രം ദ മിറർ ദ ഇമേജ് സൈസ് ഡിക്രീസസ് ആൻഡ് മൂവ് ടുവേഴ്സ് ദ ഫോക്കസ് ഓൺ ദി അതർ സൈഡ്. സോ വി ഗെറ്റ് ദ ആൻസർ ഫോർ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻഡ് വി ക്യാൻ മൂവ് ടു ദ തേർഡ് വൺ. എ ഗുഡ് കൺസെപ്റ്റ്. A tank is filled with water to a height of 12 centimeter. The apparent depth of a needle lying at the bottom of the tank is measured by a microscope to be 9.4 centimeter. What is the refractive index of water? If water is replaced by a liquid of refractive index 1.63 up to the same height, then by what distance would the microscope have to be moved to focus on the needle again? സോ നമ്മുടെ ആദ്യത്തെ കേസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് വാട്ടറാണ് അവിടെ ഫില്ല് ചെയ്യുന്നത്. സോ ടു എ ഹൈറ്റ് ഓഫ് 12.5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ റിയൽ ആയിട്ടുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 12.5 സെൻറ്റിമീറ്റർ ആണ്. The apparent depth of needle, it is measured by the microscope is 9.4 centimeter. അപ്പോൾ നമ്മുടെ നീഡിൽ ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. സോ അത് നമുക്ക് മുകളിലോട്ട് നോർമൽ ഷിഫ്റ്റ് സംഭവിച്ചു. അപ്പോൾ ആ ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്തു. സോ ദാറ്റ് ഈസ് ഗിവൻ ആസ് 9.4 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആദ്യത്തെ കൺസെപ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ വാട്ടർ? നമ്മൾ സാധാരണ രീതിയിൽ ഓബ്ജക്റ്റ് ഡെൻസർ മീഡിയത്തിലാണെങ്കിൽ സിമ്പിളായിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മളുടെ റിയൽ ഡെപ്ത് ഡിവിഷൻ ബൈ അപ്പാരൻറ്റ് ഡെപ്ത് ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. സോ സിമ്പിളായിട്ട് ഇറ്റ് ഈസ് 12.5 ബൈ ദാറ്റ് 9.4. സോ യു ഗെറ്റ് ദ ആൻസർ as 1.33. സോ സിമ്പിളായിട്ട് നമുക്ക് കിട്ടി. പക്ഷെ അടുത്ത് പറയുന്നത് ഇഫ് വാട്ടർ ഈസ് റീപ്ലേസ്ഡ് ബൈ എ ലിക്വിഡ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.63 അപ് ടു ദ സെയിം ഹൈറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ ഹൈറ്റ് 12.5ലേക്ക് അതേപോലെ മറ്റൊരു ലിക്വിഡാണ് നമ്മൾ നിറയ്ക്കുന്നതെങ്കിൽ
ഈ മൈക്രോസ്കോപ്പിൻ്റെ ഹൈറ്റ് 9.4 നിന്ന് എന്തുമാത്രം മാറ്റണം? സോ അവിടെയും ഇതേ കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിച്ചാൽ അവിടുത്തെ അപ്പാരൻറ്റ് ഡെപ്ത് എന്ന് പറയുന്നത് റിയൽ ഡെപ്ത് ഡിവിഷൻ ബൈ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലിക്വിഡ് അല്ലേ നമുക്ക് എഴുതാൻ പറ്റുക. അപ്പോൾ ഇവിടുത്തെ റിയൽ ഡെപ്ത് നേരത്തെ വാട്ടർ നിറച്ച അതേ സെൻറ്റിമീറ്റർ തന്നെയല്ലേ പൊക്കുക. അവിടെ ഉപയോഗിക്കുന്ന ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.63 എന്നല്ലേ തന്നിരിക്കുന്നേ. സോ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദ ആൻസർ 7.67 സെൻറ്റിമീറ്റർ. പക്ഷേ നേരത്തെ 9.4 നമ്മുടെ മൈക്രോസ്കോപ്പ് ഇരിക്കുന്നേ. അപ്പോൾ അത് 7.67 നമുക്ക് മൂവ് ചെയ്യണ്ടേ. സോ ദ ഷിഫ്റ്റിംഗ് എന്തുമാത്രമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അളന്നെടുത്തൂടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 9.4 മൈനസ് 7.67 അല്ലേ. സോ യു ഗെറ്റ് ദ ആൻസർ ഇസ് 1.73 സെൻറ്റിമീറ്റർ. സോ നമുക്ക് കൃത്യമായിട്ട് മൈക്രോസ്കോപ്പ് എന്തുമാത്രം മൂവ് ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടി. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആസ് എ 9.41. So the following figures below shows the refraction of a ray in air incident at 60 degree with the normal to a glass air and water air interfaces. രണ്ട് ആദ്യത്തെ കേസസ്. അപ്പോൾ ഇവിടെ ഗ്ലാസ് എയർ കോമ്പിനേഷനാണ്, അടുത്ത കേസിൽ എയർ വാട്ടർ കോമ്പിനേഷനാണ്. Predict the angle of refraction in glass when the angle of incidence in water is 45 degree with the normal to a water glass interface. So, ആദ്യത്തെ കേസിൽ here that light ray move from air to glass. So, അവിടെ 35 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്നെൽസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് 60 ബൈ ദ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആസ് എ 35 is equal to the refractive index of the second medium. So that is a glass with respect to air. So നമുക്കത് സിമ്പിളായിട്ട് mu of glass with respect to air എന്ന് പറയുന്നത് sin 60 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് √3/2 ആൻഡ് sin 35 നമുക്ക് ലോഗരിതം വെച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ദ വാല്യൂ ഇസ് 0.5736. സോ നമുക്ക് കിട്ടി സിമ്പിളായിട്ട് ദാറ്റ് വാല്യൂ ഇസ് 1.51. ഇതേ ആസ്പെക്ട്സിൽ നമ്മുടെ സ്നെൽസിലോ രണ്ടാമത്തെ കേസിൽ നമ്മളൊന്ന് അപ്ലൈ ചെയ്തേ. അപ്പോൾ അവിടെയും ഇൻസിഡൻ്റ് ആംഗിൾ എയറിൽ നിന്ന് വാട്ടറിലാണ്, അത് ഓർമ്മയിരിക്കണമേ. അപ്പോൾ ഇൻസിഡൻ്റ് ആംഗിൾ എന്ന് പറയുന്നത് sin 60 ബൈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് sin 47 എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ റെയറർ ടു ഡെൻസർ ആണ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ എന്നൊരു ഓപ്ഷൻ കിട്ടി. So that is equal to sin 60, that is a √3/2 by sin 47. അത് ലോഗരിതം വഴി നമുക്ക് കിട്ടും. വാല്യൂ as 6561. So equal to 1.32. നമ്മൾ വാട്ടറിൻ്റെയും അതോടൊപ്പം ഗ്ലാസിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ കിട്ടി. ഈ തേർഡ് കേസിലെ നമ്മുടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മുടെ സ്നെൽസ് ലോ നമ്മൾ കൊടുത്താൽ എങ്ങനെ എഴുതാം? സൈൻ ഓഫ് 45 ബൈ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ സൈൻ തീറ്റയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. സോ അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ട സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ 45 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് ബൈ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ. നമുക്ക് എല്ലാ വാല്യൂസും അറിയാം. സൈൻ 45 1/√2 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ എന്ന് പറയുന്നത് 1.32 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതോടൊപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് എന്ന് പറയുന്നത് 1.51 ആണ്. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എടുത്താൽ ആ വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 0.6181 എന്നുള്ള വാല്യൂവിലേക്ക് നമുക്ക് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റഫ്ലി 38.17 ഡിഗ്രി or we can say 30 degree 10 minutes. So you get the answer for it. നമ്മുടെ ലോഗരിതം ടേബിളുമായിട്ട് വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അത് വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. So we can move to the question number 5. A good question is waiting. A small bulb that is placed at the bottom of a tank containing water to a depth of 80 centimeter. What is the area of the surface
water through which the light from the bulb can emerge out. The refractive index of water is given as 1.33. സോ ഒരു പോയിന്റ് സോഴ്സ് ഓഫ് ബൾബാണ് നമ്മുടെ ഈ വാട്ടറിനുള്ളിലേക്ക് ടാങ്കിനുള്ളിലേക്ക് ഇരിക്കുക. സോ നമുക്ക് ആ സർഫസ് ഇതാണെന്നിരിക്കട്ടെ. സോ ദിസ് ഈസ് ദ പോയിന്റ് സോഴ്സ് അണ്ടർ കൺസിഡറേഷൻ. സോ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് ഒരു നോർമലായിട്ടുള്ള ഒരു ലൈറ്റ് റേ ആണെങ്കിൽ ഇറ്റ് മൂവ്സ് ലൈക്ക് ദിസ് വൺ. സോ മറ്റൊരു ലൈറ്റ് റേ നമ്മൾ കൺസിഡർ ചെയ്താൽ അതിൻ്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വൺ. പക്ഷേ അടുത്തൊരു ലൈറ്റ് റേ ക്രിട്ടിക്കൽ ആംഗിളിലാണ് വന്ന് വീഴുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് റിഫ്രാക്റ്റ് ചെയ്ത് 90 ഡിഗ്രിയിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അടുത്ത് വരുന്ന ഓരോ റേസിനും ഉറപ്പായിട്ടും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്നിരിക്കും. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഇവിടെ വരുന്ന സർഫസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നതിനെ ലൈറ്റ് എമർജ് ചെയ്യുന്നത് ഈ ഒരു റേഡിയസിലായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാ ഡയറക്ഷനിലെയും റേസ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഉറപ്പായിട്ടും അവിടെ ഫോം ചെയ്യുന്നത് ഒരു സർക്കുലർ കൺസെപ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് വൺ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇഫ് ദിസ് ഈസ് ദ റേഡിയസ് ആർ ആൻഡ് ദിസ് ഈസ് ദ ഹൈറ്റ് ഏജ്. നമുക്കറിയാം ഇത് 90 ഡിഗ്രിയിലേക്ക് മൂവ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്റ്റ് നോർമൽ എടുക്കുമ്പോൾ അത് ക്രിട്ടിക്കൽ ആംഗിൾ അല്ലേ? എങ്കിൽ ഈ ഹാഫ് കോൺ ആംഗിൾ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കില്ലേ? സോ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ ആറും എച്ചും അറിയാമെന്നുള്ളത് കൊണ്ട് ടാൻ സി കണ്ടുപിടിച്ചൂടെ? സോ ദാറ്റ് ഈസ് ടാൻ സി ഈസ് ഈക്വൽ ടു വാട്ട്? ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ഡിവിഷൻ ബൈ ദാറ്റ് ഓൾട്ടിറ്റ്യൂഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ആസ് എച്ച്. സോ ഒരിക്കൽ കൂടെ ഓർക്കുക, നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എല്ലാ ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യുന്നു. നോർമലായിട്ട് വരുന്നത് അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പോയി, അടുത്തൊരു റേ റിഫ്രാക്ട് ചെയ്തു പോയി. പക്ഷേ ക്രിട്ടിക്കൽ ആംഗിൾ വരുന്നത് 90 ഡിഗ്രിയിലേക്ക് റിഫ്രാക്ട് ചെയ്തു. പിന്നെ ഒരു റേയും പുറത്തേക്ക് വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സി എന്ന് പറയുന്ന ആംഗിൾ പ്രകാരമുള്ള അല്ലെങ്കിൽ ആ റേഡിയസ് ഉള്ള ഒരു ഡിസ്ക് അത്രയും അല്ലെങ്കിൽ ഒരു സർഫസ് ഏരിയയിലൂടെ മാത്രമേ ലൈറ്റ് പുറത്തേക്ക് വരൂ. അപ്പോൾ അവൻ സബ്റ്റൻഡ് ചെയ്യുന്ന ഒരു കോണിൻ്റെ സി ആണ് ആംഗിളെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ടാൻ സി ഈസ് ഈക്വൽ ടു ആർ ബൈ എച്ച് എന്ന് നമുക്ക് കിട്ടി. സൈൻസ് ടാൻ സി എന്ന് പറയുന്നത് നമുക്കറിയാം സൈൻ സി ബൈ കോസ് സി എന്നൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താം. അതോടൊപ്പം തന്നെ കോസ് സി എന്ന് പറയുന്നത് യെസ് സിമ്പിളായിട്ട് √1 - സൈൻ സ്ക്വയർ സി എന്ന് നമുക്ക് കൊടുക്കാം. നമ്മുടെ ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ റിലേഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കറിയാം 1/μ ഓഫ് ദാറ്റ് ഡെൻസർ ആണെന്നറിയാം. അതുകൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻ കിട്ടിക്കഴിഞ്ഞു. ആർ ഇസ് ഈക്വൽ ടു എച്ച് ഡിവിഷൻ ബൈ √μ²-1. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. നമുക്ക് വേണ്ടത് ഏരിയയാണ്. ഏരിയ എന്ന് പറയുമ്പോൾ π × r² ആയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു π × എന്താണ് റേഡിയസ് ഇവിടെ? സോ h² ഡിവിഷൻ ബൈ μ²-1. സോ കൃത്യതയോടെ നമ്മുടെ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3.14 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 80 സെൻറ്റിമീറ്റർ ആണ്. സോ 0.8 × 0.8 ബൈ ദാറ്റ് മ്യൂ ദാറ്റ് ഈസ് ഗിവൻ ആസ് 1.33. സോ 1.33² - 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.0096 ബൈ 1.33² - 1 as 0.7689. So that is equal to roughly you get the value as 2.61 meter square. So simple ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി. ഓർമ്മയിരിക്കട്ടെ, ദിസ് റിലേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനിലെ ഒരു കൺസെപ്റ്റാണ്. ഓർക്കുക. 9.6 A prism is made of glass of unknown refractive index. A parallel beam of light is incident on the face of the prism. The angle of minimum deviation is measured to be 50 degree. What is the refractive index of the material of the prism? If the prism is placed in water of refractive index 1.33, predict the new angle of minimum deviation of a parallel beam of light. The refracting angle of the prism is 60 degree. സോ ആംഗിൾ ഓഫ് ദ പ്രിസം 60 ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ കേസിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഗ്ലാസ് എയർ കൺസെപ്റ്റാണ്. സോ അങ്ങനെ ഒരു കണ്ടീഷനിൽ വാട്ട് ഈസ് ദ
concept with the minimum deviation. It is the given as that minimum value that is equal to 40 degree. നമുക്ക് കണ്ടുപിടിക്കുന്നത് refractive index ആണ്. ആംഗിൾ ഓഫ് ദ പ്രിസം എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ പ്രിസം ഫോർമുല മനസ്സിലേക്ക് വരട്ടെ. സോ പ്രിസം ഫോർമുല എന്ന് പറയുന്നത് സൈൻ ഓഫ് ദാറ്റ് ഡെൽറ്റ മിനിമ പ്ലസ് ദാറ്റ് ആംഗിൾ that is division by 2 by the sine of a by 2. വളരെ പ്രധാനപ്പെട്ട റിലേഷൻ. സോ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അത് മിനിമം ഡീവിയേഷൻ പൊസിഷനിൽ നിന്ന് മാത്രമേ നമുക്കത് ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റൂ. സോ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മിനിമം ഡീവിയേഷൻ വാല്യൂ എന്ന് പറയുന്നത് 40 ആണ്. ആംഗിൾ ഓഫ് ദ പ്രിസം 60 by 2, that is sin 60 by 2. So that is equal to sin 100 by 2 sin 50. So sin 50 by sin 30. So sin 50. So നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചാൽ 0.7660 by 0.5. So you could get the value as 1.53. So സിമ്പിളായിട്ട് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇഫ് ദ പ്രിസം ഈസ് പ്ലേസ്ഡ് ഇൻ വാട്ടർ, അപ്പോൾ ആ മീഡിയത്തിൻ്റെ അവൻ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ കണ്ടുപിടിച്ചു 1.53. അത് വാട്ടർ എന്ന് പറയുന്ന ഒരു മീഡിയത്തിലേക്ക് ഡിപ്പ് ചെയ്യുകയാണ്. അവൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.33 ആണെങ്കിൽ സോ നമുക്ക് സിമ്പിളായിട്ട് പ്രിസം ഫോർമുല എഴുതാം. ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു മീഡിയം എന്ന് പറയുന്നത് സൈൻ ഓഫ് ഡെൽറ്റ മിനിമ ഡാഷ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, പ്ലസ് എ. അതിന് നമ്മുടെ മറ്റൊരു മീഡിയത്തിൽ ഡിഫറൻസ് ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. സോ ദാറ്റ് ഈസ് സൈൻ ബൈ 2. സോ ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു മീഡിയം എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് ബൈ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയ ഇൻറ്റു നമ്മുടെ ഇതിനെ ക്രോസ് ചെയ്തെടുക്കുകയാണെങ്കിൽ സൈൻ എ ബൈ 2 60 by 2 ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു സൈൻ ഓഫ് നമ്മുടെ മിനിമം കണ്ടുപിടിക്കേണ്ട ആംഗിൾ പ്ലസ് എ ദാറ്റ് ഡിവിഷൻ ബൈ 2. സോ മ്യൂ ഗ്ലാസ് എന്ന് പറയുന്നത് 1.53 ആണ്. ദാറ്റ് ഡിവിഷൻ ബൈ മീഡിയം എന്ന് പറയുന്നത് 3 ആണ്. സൈൻ 30 എന്ന് പറയുന്നത് 0.5 ആയിട്ട് മാറി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ ഇറ്റ് ബിക്കംസ് 0.5752. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് ദാറ്റ് വാല്യൂ. അപ്പോൾ നമുക്ക് ഈ വാല്യൂ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഡെൽറ്റ മിനിമ പ്ലസ് എ ബൈ 2 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 0.752. സോ വി ഗെറ്റ് ദ വാല്യൂ ആസ് 35 degree 6 minutes. സോ അത് വെച്ചിട്ട് നമുക്ക് ഡെൽറ്റ മിനിമ എന്ന് പറയുന്നത് 2 into 35 60. അപ്പോൾ എന്ന് പറയുമ്പോൾ 70.12 minutes മൈനസ് എ ഇറ്റ് ബിക്കംസ് 60. സോ 10 degree 2 minutes. സോ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. സോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന അതിൻ്റെ പ്രിസം ഫോർമുല നമുക്കറിയാമെങ്കിൽ വളരെ വ്യക്തതയോടെ ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ 9.7 double convex lenses are to be manufactured from a glass of refractive index 1.5 with both the faces of same radius of curvature. അപ്പം നമുക്ക് ഒരു ഡബിൾ കോൺവെക്സ് ലെൻസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഇഫ് ദ ഫോക്കൽ ലെങ്ത് ഈസ് ടു ബി? അപ്പോൾ നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ മൈനസ് 1 into 1/r1 minus 1/r2. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് എടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന റിഫ്രാക്റ്റീവ് സർഫസിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്പിയർ വരച്ചാൽ സോ ആ റേഡിയസ് ആണ് നമ്മൾ R1 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇൻസിഡൻറ്റ് റേയുമായിട്ട് എടുക്കുമ്പോൾ അത് നമ്മുടെ ഇവിടെ നിന്ന് മെഷർ ചെയ്തെടുക്കുമ്പോൾ പ്ലസ് വാല്യൂ ആയിട്ടാണ് ഇരിക്കും നമ്മൾ എടുക്കുക. പക്ഷേ രണ്ടാമത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ അളന്നെടുക്കേണ്ടതായതുകൊണ്ട് അവിടെ -r എന്ന് നമ്മൾ കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ഈ റിലേഷൻ മാറിയത് ഒന്ന് ഓർക്കുക. മ്യൂ മൈനസ് 1 into 1/r മൈനസ് r. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷൻ നമുക്ക് കിട്ടിക്കഴിയും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ
minus 1 into 2 by r. So that is a very important relation as f is equal to r by 2 into mu minus 1. അതൊരു പ്ലെയിനോ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ r by mu minus 1. ഇത് സൈൻ കൺവെൻഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റിലേഷനാണ്. അത് ബേസ് ചെയ്ത് നമുക്ക് r എന്ന് പറയുന്നത് 2f into mu minus 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ഇൻറ്റു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.55 minus 1. So that is equal to 40 into 0.55. So you get the answer as equal to, yes, 22 centimeter. വളരെ ഗുഡായിട്ടുള്ള ഒരു ബട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ 22 centimeter. So we can move to the question number 9.8. A beam of light converges at a point P. Now a lens is placed in the path of the convergent beam 12 centimeter from P. At what point does the beam converges if the lens is, the first option, a convex lens of focal length 20 centimeter, and the second one, a concave lens of focal length 16 centimeter. So നമുക്ക് സിറ്റുവേഷൻ നമുക്കൊന്ന് ആദ്യം ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ ശ്രമിക്കാം. സോ നമുക്ക് ഒരു കൺവേർജൻ്റ് ബീം വരുന്നു എന്നിരിക്കട്ടെ. യെസ്, സോ ദാറ്റ് കൺവേർജസ് അറ്റ് ദ പോയിൻ്റ് പി. പക്ഷെ അവിടെ നിന്ന് ഒരു 12 സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ ഒരു കോൺവെക്സ് ലെൻസ് നമ്മൾ വെച്ചു. സോ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് പിയിൽ നിന്ന് നമുക്ക് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 12 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്, ആഫ്റ്റർ റിഫ്രാക്ഷൻ ദ റേ ഓഫ് ലൈറ്റ് വ്യത്യാസപ്പെടുന്നു. സോ അത് പി ഡാഷ് എന്ന് പറയുന്ന പൊസിഷനിലായിരിക്കാം ഒരുമിച്ച് ചേരുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഡാഷിൻ്റെ ലൊക്കേഷൻ എന്താണ്. സോ ഈ കോൺവെക്സ് ലെൻസിന് പി ബിക്കം ദ ഒബ്ജക്റ്റ് ആൻഡ് പി ഡാഷ് ബിക്കം ദ ഇമേജ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലെൻസിൻ്റെ സിമ്പിൾ റിലേഷൻ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരട്ടെ. -1/u + 1/v = 1/f. അപ്പോൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ട കാര്യങ്ങൾ, ഫോക്കൽ ലെങ്ത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് ആസ് 20 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, യെസ്, ഇവിടെ യു എന്ന് പറയുന്നത് മൈനസ് അല്ല എന്നുള്ള കാര്യം +12 ആണ്. ഇൻസിഡൻറ്റ് ലൈറ്റ് റേയുടെ അതേ ഡയറക്ഷനിൽ വേണം പി നമ്മൾ അളന്നെടുക്കുവാൻ. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ദറ്റ് ബിക്കംസ് 1/f + 1/u. സോ വി ഗെറ്റ് ദ വാല്യൂ v is equal to uf/u + f. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ u ബിക്കം ആസ് 12 × 20/12 + 20. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തെടുത്താൽ വി ഗെറ്റ് ദ ആൻസർ ആസ് 7.5 സെൻറ്റിമീറ്റർ. എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം, ദാറ്റ് ബീം converges at 7.5 centimeter from lens. See the second part. അവിടെ പറയുന്നത് ഒരു കോൺകേവ് ലെൻസാണ് വെക്കുന്നതെന്ന്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികപരമായിട്ടും ഇങ്ങനെ വന്നു ചേരേണ്ട കൺവേർജൻ്റ് ആയിട്ട് വരേണ്ട റേസാണ് അറ്റ് ദ പോയിൻ്റ് പി. അപ്പോൾ നമ്മളൊരു കോൺകേവ് ലെൻസ് പാത്തിൽ നമ്മൾ വെച്ചു. യെസ്, പാത്ത് വെച്ചു, സെയിം. സോ അറ്റ് ഇസ് 12 സെൻറ്റിമീറ്റർ. ദെൻ ഉറപ്പായിട്ടും അതൊരു ഡൈവേർജൻ്റ് ലെൻസ് ആയതുകൊണ്ട് അതിൻ്റെ പാത്തിൽ നിന്നൊരു ഡീവിയേഷൻ ഉണ്ടായി. സോ അത് പി ഡാഷ് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് ആ പി ഡാഷിൻ്റെ ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. വീണ്ടും സെയിം കൺസെപ്റ്റ് തന്നെ നമുക്കവിടെ യൂസ് ചെയ്യേണ്ടി വരുന്നു. സ്വാഭാവികപരമായിട്ടും നമുക്ക് ഈ റിലേഷനിലേക്ക് വരാം. സോ വി എന്ന് പറയുന്ന രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് യു എഫ് ഡിവിഷൻ ബൈ യു പ്ലസ് എഫ് ആണ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു എന്ന് പറയുന്നത് ഹിയർ എന്ന് പറയുന്നത് നേരത്തെ അതേ വാല്യൂ തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ പ്ലസ് 12 ഇൻറ്റു
ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് -16 ആണ്. സോ 12 മൈനസ് 16 ആയി മാറി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു -16 ബൈ that is -4. So 4 it becomes 3 into 16, so equal to 48 centimeter. So we can say the value is plus, and hence we can say the beam converges. The beam converges at a distance of 48 centimeter from the lens. ഈ രണ്ട് റേ ഡയഗ്രാംസും നിങ്ങളുടെ മനസ്സിൽ വളരെ വ്യക്തതയോടെ ഉണ്ടായിരിക്കണം. കാരണം അത് ഒരു ലെൻസിലേക്ക് ഒരു കൺവേർജൻറ്റ് ബീം വരുന്ന സമയത്ത് ഏത് തരത്തിലാണ് അത് റിഫ്രാക്റ്റ് ചെയ്ത് മൂവ് ചെയ്യുന്നത് എന്നുള്ള വളരെ കൃത്യമായ പിക്ചർ കിട്ടുന്നത് കൊണ്ട് വളരെ പ്രാധാന്യമാണ്. സോ വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 9. An object of size 3 centimeter, so it is given the height of the object as a 3 centimeter is placed 14 centimeter. So the object distance is 14 centimeter in front of a concave lens of focal length. So that is given as 14 centimeter. Sorry, 21 centimeter. 21 centimeter. Describe the image produced by the lens. What happens if the image is moved further away from the lens? സോ നമുക്ക് ആദ്യം ഇമേജ് ഡിസ്റ്റൻസിലേക്ക് കണ്ടുപിടിക്കാം. സോ നമുക്ക് 1/f എന്ന് പറയുന്നത് -1/u + 1/v ആണെന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് v എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമുക്ക് uf/u + f ആണ്. u എന്ന് പറയുന്നത് -14 ആണ്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് -21 ആണ്. സോ -14 -21. So that is equal to 14 into 21 by, so that is equal to by 35 with a negative value. So you get the value as equal to -8.4 centimeter. നമുക്കത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇമേജിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ സോ വി ഹാവ് ടു ഫൈൻഡ് ദ മാഗ്നിഫിക്കേഷൻ as a height of the image by height of the object എന്ന് പറയുന്നത് v/u ആണെന്ന് നമുക്കറിയാം. സോ v എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കഴിഞ്ഞു -8.4 ആൻഡ് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് -14 ആണ്. സോ യു ഗെറ്റ് വാല്യൂ 0.6. അപ്പോൾ വെർച്വൽ ആണ്. ഇതിൻ്റെ വാല്യൂ പോസിറ്റീവായിട്ട് വന്നപ്പോഴേ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാം ദ ഇമേജിനെ കുറിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി വെർച്വൽ. അതോടൊപ്പം പ്ലസ് വാല്യൂ നമുക്ക് വന്നതുകൊണ്ട് എറക്റ്റ് ആണ്. 0.6 <1 ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം ഇത് ഡിമിനിഷ്ഡ് ആണ്. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ഇത് ഈ വിയുടെ വാല്യൂ മൈനസ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് പറയാം ഓൺ ദ സെയിം സൈഡ്. സോ ദ ഇമേജ് ഈസ് ഫോംഡ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഓബ്ജെക്റ്റ്. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. സി അടുത്തൊരു കൺസെപ്റ്റ് പറയുന്നത് വാട്ട് ഹാപ്പൻഡ് ഇഫ് ദ ഓബ്ജക്റ്റ് ഈസ് മൂവ്ഡ് ഫർദർ എവേ ഫ്രം ദ ലെൻസ്. സോ അത് എവേ ചെയ്യുമ്പോൾ ഓർക്കുക ദ ഇമേജ് മൂവ്സ് ടുവേഴ്സ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് and goes on decrease in size. So we can easily move to the question number 10. What is the focal length of a convex lens of focal length 30 centimeter in contact with a concave lens of focal length 20 centimeter? Is the system a converging or a diverging lens? Ignore the thickness of the lens. See the very important concept. See, it is given the first one is convex one on the lens, so we can say it is 30 centimeter, and the second one is a concave lens, so that is a -20 centimeter. So നമുക്കറിയാം റിസൾട്ടന്റ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്
pi f1 plus 1 pi f2 എന്ന് നമുക്ക് പറയാം. So f take the value as f1 f2 division by f1 plus f2 എന്ന് പറയാം. That is equal to, so 30 into minus 20 by 30 minus 20. That is equal to minus 30 into 20 by, so that is by 10. So 10 cancel. So that is equal to minus 60 centimeter. Because of the negative sign, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും the nature of the combination എന്ന് പറയുന്നത് ഒരു ഡൈവേർജിങ് ആയിരിക്കും. So the nature of the combination will act as a diverging lens. So we can move to the question number 11. A compound microscope consists of an objective of focal length 2 centimeter. So it is given as FO is equal to 2 centimeter and an eye lens of focal length 6.25 centimeter is separated by a distance. So L is given as 50 centimeter. And ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, how far from the object should an object be placed in order to obtain the final image at the least distance of distinct vision and at infinity? And what is the magnifying power of the microscope in each case? So നമുക്ക് ആദ്യം at least distance of distinct vision എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ അവിടുത്തെ ലൊക്കേഷൻ ഓഫ് ദ ഫൈനൽ ഇമേജ് ആണ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഐ ലെൻസ് പ്രകാരം നമുക്കറിയാം ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവ് ഉണ്ട്, അതോടൊപ്പം ഐ ലെൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഐ ലെൻസിൻ്റെ കാര്യമാണ് നമ്മൾ, കാരണം അവിടെ നിന്നാണ് നമ്മൾ നോക്കുമ്പോൾ ഇമേജ് ക്യാപിറ്റൽ ഡിയിൽ സംഭവിക്കണമെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഐ ലെൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. യെസ്, വി ക്യാൻ റൈറ്റ് എസ് 1/v ഈസ് ഈക്വൽ ടു 1/fe. നമുക്ക് വിയിലേക്ക് നമുക്ക് ഇക്വേഷൻ നമുക്ക് വേണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് യു ഇ നമുക്ക് കണ്ടുപിടിക്കാം. സോ 1/UE ഈക്വൽ ടു, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/fe. സോ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് യു ഇയിലേക്ക് വരാം. ദാറ്റ് ഈസ് ഈക്വൽ ടു VFE ബൈ FE മൈനസ് വി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എന്ന് പറയുന്നത് ലീസ്റ്റ് ഡിസ്റ്റൻസിലാണ് ഇമേജ് നമുക്ക് ഉണ്ടാകേണ്ടത്. സോ ഇൻറ്റു 6.25 ബൈ that 6.25 minus 25. നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ആൻസർ ആസ് -5 സെൻറ്റിമീറ്റർ. സോ നമ്മുടെ ആദ്യത്തെ കേസിൽ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ കിട്ടിക്കഴിഞ്ഞു. സോ അത് നമുക്കറിയാമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ എല്ലിൻ്റെ വാല്യൂ നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. സോ അത് ന്യൂമറിക്കലി നമുക്കറിയാം. എൽ എന്ന് പറയുന്നത് V0 പ്ലസ് UE അല്ലേ. അതെപ്പോഴും ഓർമ്മയിരിക്കണമേ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടത്. സോ അങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് നമുക്ക് V0 കിട്ടുമ്പോൾ, സോ ദാറ്റ് ഈസ് L മൈനസ് UE അല്ലേ. സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ L എന്ന് പറയുന്നത് 15 മൈനസ് UE, ദാറ്റ് ഈസ് 5. സോ V0 എന്ന് പറയുന്നത് നമുക്ക് കംഫർട്ടായിട്ട് 10 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ അത് നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് V0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഓബ്ജക്റ്റിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. സോ അതിനുവേണ്ടി നമ്മുടെ ഓബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ സിമ്പിളായിട്ട് എഴുതാം. -1/u0 പ്ലസ് 1/v0 ഈക്വൽ ടു 1/f0. അങ്ങനെയാണെങ്കിൽ u0യുടെ വാല്യൂ പറയുന്നത് that is equal to V0 into F0 division by that F0 minus V0. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് അപ്പടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ V0 10, F0യുടെ വാല്യൂ 2 ആണ്. സോ 2 മൈനസ് ദാറ്റ് V0 10. സോ U0 വാല്യൂ എന്ന് പറയുന്നത് വി ഗെറ്റ് ദ വാല്യൂ -2.5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് U0 കിട്ടി.
അതേപോലെ UE നമുക്ക് കിട്ടി. ഇൻഫർമേഷൻസ് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം U0യും V0യും ഒക്കെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സോ അത് ബേസ് ചെയ്ത് നമുക്ക് മാഗ്നിഫൈങ് പവർ നമുക്ക് കണ്ടുപിടിക്കാം. സോ മാഗ്നിഫൈങ് പവർ അറ്റ് D എന്ന് പറയുമ്പോൾ -V0/U0 ഇൻറ്റു 1 + D/FE. അപ്പോൾ നമ്മൾ അതിലേക്ക് കൃത്യമായി ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക. V0യുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. U0യുടെ വാല്യൂ എന്ന് പറയുന്നത് 2.5 ആണ്. സോ 1 + 25/6.25 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു ഗെറ്റ് ദ ആൻസർ ആസ് -20. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കൺസെപ്റ്റ് പൂർണ്ണമായി. അപ്പം അടുത്ത കേസ് എന്ന് പറയുന്നത് അറ്റ് ഇൻഫിനിറ്റി എന്നൊരു കണ്ടീഷനാണെങ്കിൽ ഇതേപോലെ നമുക്ക് മുന്നോട്ട് പോകണം. എന്ന് പറയുമ്പോൾ അറ്റ് ഇൻഫിനിറ്റി വരുമ്പോൾ നമുക്ക് ഐലൻസിൻ്റെ ഇക്വേഷൻ -1/UE 1/V = 1/FE ആയി മാറും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഓർക്കണമേ, അവിടുത്തെ ഇമേജ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് മാറുകയാണ്. അപ്പോൾ അത് ആ വാല്യൂ 0 ആയി മാറുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം UE-യുടെ വാല്യൂ എന്ന് പറയുന്നത് -FE ആയി മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു -6.25 സെൻറ്റിമീറ്റർ. അപ്പോൾ UE-യുടെ വാല്യൂ 6.5 ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഓബ്ജക്റ്റ് ലൊക്കേഷൻ ഫോർ ദ ഒബ്ജക്റ്റ് വ്യത്യാസപ്പെടും. അവിടെയും നമുക്ക് ആ റിലേഷൻ ഉപയോഗിക്കാം, V0 + UE. സോ രണ്ടാമത്തെ കേസ്, സോ നമുക്ക് UE V0' എന്ന് പറയുന്നത് L - UE' ആയിട്ട് മാറി. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 - 6.25 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടി 8.75 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് V0യുടെ വാല്യൂ അവിടെ നിന്ന് കിട്ടിയെങ്കിൽ നമുക്ക് ആ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ഓബ്ജക്റ്റിന് എവിടെ മാത്രമാണ് നമ്മൾ ഓബ്ജക്റ്റ് വെക്കുന്നത് ഫ്രം ദ ഒബ്ജക്റ്റീവ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം രണ്ടാമത്തെ കേസിലെ. സോ അതിനുവേണ്ടി വീണ്ടും നമ്മുടെ ലെൻസ് ഇക്വേഷനിലേക്ക് വരാം. സോ U0 + 1/V0 = 1/F0. സോ അതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സോ യു ക്യാൻ ഫൈൻഡ് U0 = V0 F0/F0 - V0. തന്നിട്ടുള്ള വാല്യൂസ് നമുക്കറിയാം. V0 ഡാഷ് ആയിട്ടാണ് നമുക്കിവിടെ എടുത്തത്. സോ V0' ഈസ് വാട്ട് 8.75. സോ 8.75 ഇൻറ്റു ദാറ്റ് F0 നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് ഈസ് 2. സോ 2 ഡിവിഷൻ ബൈ ദാറ്റ് 2 - 8.75. അപ്പോൾ U0യുടെ വാല്യൂ എന്ന് പറയുന്നത് വി ഗെറ്റ് ആസ് -2.59. സോ ആ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് മാഗ്നിഫൈങ് പവർ അറ്റ് ഇൻഫിനിറ്റി നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് -V0/U0 നമ്മളതിനെ ഡാഷ് ആയിട്ടാണ് എടുത്തത് ഇൻറ്റു D/FE. ദാറ്റ് ഈസ് ഇൻഫിനിറ്റ് കേസിലെ നമ്മുടെ ഇക്വേഷൻ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -V0 എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്കറിയാം, ഇറ്റ് ഈസ് 8.75/2.59 ഇൻറ്റു capital D as 25 by that focal length of the eye lens as 6.25. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റിയിലെ വാല്യൂ എന്ന് പറയുന്നത് -13.5. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് പല ക്വസ്റ്റ്യനുകൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു വലിയ ക്വസ്റ്റ്യനായിട്ട് നമുക്കതിനെ പരിഗണിക്കാം. വന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. അതിൻ്റെ രണ്ട് കേസസിലും ഓബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ്. സോ നമ്മൾ ആദ്യം ഐ ലെൻസിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഐ ലെൻസിനെ ബേസ് ചെയ്തിട്ട് ഇൻ്റർമീഡിയറ്റ് ഇമേജിൻ്റെ ലൊക്കേഷൻ നമുക്ക് ക്യാപിറ്റൽ D ആയിട്ട് നമ്മൾ എടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇമേജ് എവിടെയാണ് വന്നതെന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു, UE. ആ UE അറിഞ്ഞുകൊണ്ട് നമ്മൾ V0 എന്ന് പറയുന്ന ഈ ലെങ്തിലേക്ക് നമ്മൾ കണ്ടുപിടിച്ചു. V0 വെച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ UOയിലേക്ക് നമ്മൾ എത്തി. അത് പ്രകാരം നമ്മൾ രണ്ട് കേസസിലുമുള്ള മാഗ്നിഫൈങ് പവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ശ്രദ്ധയോടെ നോക്കുക. സോ വി ക്യാൻ മൂവ് ടു ദ 12th ക്വസ്റ്റ്യൻ, നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ.
So 12th one. A person with a normal near point, so that is a normal near point is given as a 25 centimeter using a compound microscope with the objective focal length. So it is a FO as a 8 millimeter. So we can write in centimeter as a 0.8, and an eyepiece. So that is given as F is equal to 2.5 centimeter. Can bring an object placed at 9 mm. So the objective lens, ഒബ്ജക്റ്റിനെ നമ്മൾ വെക്കുന്നത് we can say 9 mm, that is a 0.9 centimeter. Yes, what is the separation between the two lenses, and calculate the magnifying power of the microscope. So that is we need to find. സോ നമുക്ക് ഓബ്ജക്റ്റിൻ്റെ ലൊക്കേഷൻ ഇവിടെ കൃത്യതയോടെ തന്നിരിക്കുന്നത് കൊണ്ട് ആ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ നമ്മുടെ ആദ്യം എവിടെയാണോ ഒബ്ജക്റ്റ് വെക്കുന്നത് അത് പ്രകാരമുള്ള നമ്മുടെ U0 നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് എവിടെയാണ് ഇമേജ് വരുന്നതെന്നുള്ള V0 നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ലെൻസ് റിലേഷൻ ചെയ്യാം. -1/U0 + 1/V0 = 1/F0. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് V0 കണ്ടുപിടിക്കാൻ എളുപ്പ റിലേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് ഡിവിഷൻ ബൈ U0 + F0. ദാറ്റ് ഈസ് ഈക്വൽ ടു U0യുടെ വാല്യൂ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്കറിയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു -0.9 ഇൻറ്റു F0 എന്ന് പറയുന്നത് 0.8. ദ ഡിവിഷൻ ബൈ 0.9 + 0.8. So that is equal to -0.9 into 0.8 by -0.1. So on cancellation you get the value as a 7.2 centimeter. So നമുക്ക് V0 എന്ന് പറയുന്നത് കംഫർട്ടായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സി അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് V0 അറിയാമെങ്കിൽ നമുക്ക് UE വരുന്നത് വളരെ ഈസിയാണ്. കാരണം ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് UE വരുന്നത്? സോ ഐ ലെൻസിൻ്റെ ഇമേജ് ലൊക്കേഷൻ കൃത്യമായിട്ട് നമുക്ക് അറിയാമെങ്കിൽ, കാരണം അത് ലീസ്റ്റ് ഡിസ്റ്റൻസ് എന്നുള്ള ഒരു കണ്ടീഷനായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ എവിടെയാണ് ഈ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം, UE. അപ്പോൾ അതിന് ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇമേജ് ഫോർമേഷൻ D ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ സ്വാഭാവികപരമായിട്ടും UE കണ്ടുപിടിക്കാം. വീണ്ടും ലെൻസ് റിലേഷൻ നമ്മൾ യൂസ് ചെയ്യാം. FE FE - VE. സോ ഇവിടെ ഫോക്കൽ ലെങ്ത് ഓഫ് ഐ ലെൻസ് എന്ന് പറയുന്നത് 2.5 ആണ്. സോ ഇമേജ് എന്ന് പറയുന്നത് ലീസ്റ്റ് ഡിസ്റ്റൻസിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ബൈ FE ആസ് 2.5 -25. So that is equal to 2.5 into -25 by that is 27.5. You get the answer as -2.27 centimeter. V0 കിട്ടി, അതോടൊപ്പം UE കിട്ടി. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ ട്യൂബ് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാം. സോ L is equal to 7.2 plus 2.27. So that is equal to 9.47 centimeter. സോ ആദ്യത്തെ കൺസെപ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത്തെ മാഗ്നിഫൈയിങ് പവർ അറ്റ് ലീസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് -V0/U0 into 1 + D/FE ആണ് നമുക്കറിയാം. സോ ഗിവിങ് ദ വാല്യൂസ് V0 എന്ന് പറയുന്നത് 7.2 by U0 എന്ന് പറയുന്നത് 0.9 into 1 + 25 by ഐ ലെൻസിൻ്റെ ഫോക്കൽ ലെന്തായ 2.5. So you get the value as -88. സോ സിമ്പിളായിട്ട് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. സോ ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പ്ലീസ് subscribe it and also share to your friends. Take care. God bless you.